സീറ്റിനായി സുധാകരന്റെ കലാപം. സീറ്റ് വിവാദങ്ങൾക്കിടെ കണ്ണൂരുമായുള്ള ആത്മബന്ധം വിശദീകരിച്ച് കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കണ്ണൂർ തന്റെ ഹൃദയരക്തമാണെന്നും കണ്ണൂരിലെ കോൺഗ്രസ് എന്നും തന്റെ മേൽവിലാസമെന്നുമാണ് വൈകാരിക കുറിപ്പ്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ഫെലിക്സും ഡൽഹിയിൽ നിന്ന് വിഷ്ണു പ്രസാദും ചേർന്നു. ഫെലിക്സ്, കെ സുധാകരന്റെ പ്രതികരണം ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായി മുഹമ്മദ് ഷമാസ് ഒന്നും ഒരു കൃത്യമായ മറുപടി പറയാതെ പോവുകയാണ് ചെയ്തത്. നിലവിൽ എന്താണ് അവിടുത്തെ സാഹചര്യം? ഇപ്പോഴും കെ സുധാകരന്റെ വീട്ടിലേക്ക് പ്രവർത്തകർ എത്തുന്നുണ്ടോ? കെ സുധാകരനെ വീട്ടിലേക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ തന്നെ എത്തുന്നുണ്ട്. അതിൽ അണികൾ മാത്രമല്ല, പ്രാദേശിക നേതാക്കളുടെ ഇപ്പോൾ ഷമ്മാസ്, റിജുൽ മാക്കുറ്റി അടക്കമുള്ള നേതാക്കൾ, മഹിളാ കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിലടക്കമുള്ള നേതാക്കൾ അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിന് ചുറ്റും ഇപ്പോൾ നേതാക്കളുണ്ട്. എന്താണ് കെ സുധാകരൻ പരസ്യമായി പറയുക എന്നതാണ് അറിയേണ്ടത്. ഒരു പരസ്യ പ്രതികരണത്തിനില്ല എന്ന് അദ്ദേഹം നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മൈക്ക് കണ്ടാൽ അദ്ദേഹം മനസ്സിലുള്ള കാര്യം തുറന്നു പറയാനാണ് സാധ്യത. അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം ഇറങ്ങി വന്നാൽ പ്രതികരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ വിഷയത്തിൽ കെ സുധാകരൻ ഈ മത്സരിക്കണമെന്ന തൻ്റെ ആഗ്രഹം നേരത്തെ തന്നെ പരസ്യമായി പ്രകടിപ്പിച്ചതാണ്. ഇന്നലെ ഡൽഹിയിലെത്തിയ ചർച്ചയിൽ അദ്ദേഹത്തോട് എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന വികാരം ഹൈക്കമാൻഡ് പങ്കുവച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ഉപാധിയായി, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് വ്യക്തമാക്കിയത് അങ്ങനെയെങ്കിൽ കെ സുധാകരൻ പറയുന്ന ആളെ മത്സരിപ്പിക്കാമെന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അതൃപ്തി അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ നീക്കം നടത്തി. പക്ഷേ അതിനുശേഷം അദ്ദേഹം വളരെ വേഗം വീട്ടിലേക്ക് മടങ്ങി വരികയും ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. അതിനുശേഷമാണ് വൈകാരികമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അതിൻ്റെ അകത്ത് കണ്ണൂർ തൻ്റെ ഹൃദയവികാരമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കണ്ണൂരിലെ CPM ഏറ്റുമുട്ടി പാർട്ടിയെ വളർത്തിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അതിനൊപ്പം തന്നെ ഇത് പലർക്കും മറക്കാം, പക്ഷേ എനിക്ക് മറക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വൈകാരികമായാണ് കുറിപ്പിട്ടതെങ്കിലും അതിൻ്റെ അടിയിലെ കമൻറ്റുകൾ അദ്ദേഹത്തിനുള്ള എതിർവികാരമായി മാറുന്നു എന്നതാണ്. കാരണം കെ സുധാകരൻ ഒരു MP അല്ലേ, MP ആയി തന്നെ നിലനിൽക്കട്ടെ എന്നാണ് ആ കമൻറ്റുകളിൽ ഭൂരിഭാഗവുമുള്ളത്. പക്ഷേ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സമ്മർദ്ദ തന്ത്രത്തിലേക്ക് പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അദ്ദേഹം മത്സരിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന് അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായിരിക്കും ഇനിയുള്ള നീക്കം, എങ്ങനെ കെ സുധാകരൻ അനുനയിപ്പിക്കാമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇനി മറ്റ് നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കാനൊരു സാധ്യതയുണ്ട്. ഇങ്ങനെയൊരു സീൻ ഇവിടെ ഉണ്ടായ പശ്ചാത്തലത്തിൽ അതിനെ എങ്ങനെ പാർട്ടി അതിനെ നേരിടുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിലും അണികൾ, സുധാകരനെ സ്നേഹിക്കുന്ന അണികൾ കണ്ണൂരുണ്ട്, കണ്ണൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ചുമുണ്ട്. അപ്പോൾ സുധാകരൻ അല്ല മത്സരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അത് ഒരു തിരിച്ചടിയാകുമോ എന്ന ആശങ്ക പാർട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് സുധാകരൻ പറയുന്ന ആളെ മത്സരിപ്പിക്കാമെന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത്. പക്ഷേ അവിടെയും സുധാകരൻ ഇനി എന്താണ് അടുത്ത നീക്കം എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ അതിർത്തി അത് ഏത് രീതിയിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കും, അത് പറയുമെന്നതും വളരെ പ്രധാനമാണ്. അണികൾ, അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന അണികൾ ഏതായാലും കണ്ണൂർ നടാലിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ശരി ഫെലിക്സ്.